അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ആകാശത്തിന് ഈ കാണുന്ന നക്ഷത്രങ്ങളൊക്കെ എത്രത്തോളം പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ടോ അതുപോലെ എന്റെ ഉമ്മത്തിന് ഞാൻ പ്രൊട്ടക്ഷൻ ആയിരുന്നു. അല്ലെ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയിലില്ല. മുനാഫിക്കുകളെ കൊണ്ടുണ്ടെന്നല്ലാതെ മുസ്ലിമായി സ്വീകരിച്ച ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമല്ല. പക്ഷെ അള്ളാന്റെ റസൂലിന്റെ കണ്ണടച്ച് മുതൽ അവിടുന്ന് ഇങ്ങോട്ട് പിന്നീട് ആ മുസ്ലിം ഐക്യം തകരുന്നതും ഛിദ്രതയും കുഴപ്പങ്ങളും ഫിത്നകളും ഫസാദുകളും ഖുറാഫാത്തുകളും ബിദ്അത്തുകളും ഒക്കെ ദീനിലേക്ക് വരികയും ആ ചതിക്കുഴിയിൽപ്പെട്ട് പല ആളുകളും വീണ്ടും നരകത്തിന്റെ തീകുണ്ടാരത്തിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നതല്ലേ സത്യം? അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യനിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ആ മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്ന ഏർപ്പാട് ചെയ്യാന്നുള്ളതാണല്ലോ. ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിലേക്ക് പോകാൻ കാരണമായത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണമാണെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, ആ മരണത്തെ വലിയൊരു ദുരന്തമായി കൊണ്ട് നമ്മൾ കണക്കാക്കണമെന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എല്ലാവരും മരിക്കുമെന്നുള്ള സത്യമാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ തന്നെ റഹ്മാനായ റബ്ബ് പ്രഖ്യാപിച്ചു, ഇന്നക മയ്യിത്തുൻ, നബിയേ താങ്കൾ മരിക്കാനുള്ള ആളാണ്. വ ഇന്നഹും മയ്യിത്തൂൻ, താങ്കൾക്ക് മുമ്പ് വന്ന എല്ലാ പ്രവാചകന്മാരും മരണത്തെ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് അള്ളാന്റെ റസൂൽ ആ ആയത്ത് ഓതുമ്പോൾ സമൂഹം അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ മനസ്സിലാക്കിയൊരു സാഹചര്യം ആയിരുന്നില്ല അവസാന കാലഘട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വാചകങ്ങൾക്ക് ഉണ്ടായിരുന്നു. അന്ന് മരിക്കുമെന്നൊരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നീട് അള്ളാന്റെ റസൂൽ അറുത്ത് മുറിച്ച് ചില വാചകങ്ങൾ താനിതാ മരണത്തിലേക്ക് അടുക്കുന്നു എന്ന ഒരു സൂചനകൾ കൊടുക്കുന്ന ചില രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായും അവസാനമായും ചെയ്തത് ഒരു ഹജ്ജായിരുന്നു. ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗത്തിൽ പ്രവാചകൻ പറഞ്ഞൊരു വാക്ക്, യാ അയ്യുഹന്നാസ് ഇസ്മഉ ഖൗലി, അല്ലയോ സുഹൃത്തുക്കളെ, ജനങ്ങളെ, എന്റെ വാക്ക് നിങ്ങൾ കേൾക്കണം. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ, ഒരു പക്ഷേ ഇന്നത്തെ ദിവസത്തിന് ശേഷം ഇതുപോലെ നിങ്ങൾ അഭിസംബോധന ചെയ്യാൻ എനിക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നാണ്. ഇതുപോലത്തെ ഒരു ദിവസം ഇനി അടുത്തൊരു സാഹചര്യം വരുമ്പോൾ ഒരു പക്ഷെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഞാൻ ഉണ്ടായിരുന്നില്ല എന്നാണ്. ജംറയിൽ കല്ലെറിയുമ്പോഴും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാക്ക് ആവർത്തിച്ചു. അല്ലാഹു റസൂൽ പറയും, കൂട്ടരെ, ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്നും കൃത്യമായി കൊണ്ട് പഠിച്ചോളി. ഫഇന്നഹു ലാ അദ്രി ലഅല്ലി ലാ അഹജ്ജു ബഅദ ഹജ്ജതി ഹാദിഹി, എന്റെ ഈ ഹജ്ജിന് ശേഷം ഇനി നിങ്ങളുടെ കൂടെ വന്ന് ഹജ്ജ് ചെയ്യാൻ, ഇനി നിങ്ങൾക്ക് ഹജ്ജിന്റേതായ മസ്അലകൾ ചോദിക്കുമ്പോൾ അത് ഇന്ന പോലെയാണെന്ന് പറഞ്ഞു തരാൻ ഒരു പക്ഷെ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാണ്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്ത്യയാത്രക്ക് ഒരുങ്ങുന്നതിന്റെ തൊട്ട് മുമ്പുള്ള റമളാനിൽ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ജിബ്രീൽ വന്നത് 2 തവണയായിരുന്നു എന്നാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 2 തവണ ഖുർആൻ പരിപൂർണമായി കൊണ്ടും പ്രവാചകനിൽ നിന്നും ആദ്യം മുതൽ അവസാനം വരെ ഓതി കേട്ടു എന്നും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കിയുള്ള റമളാനുകളിൽ അവസാനത്തെ 10 മാത്രം ഇഅ്തികാഫിരുന്ന സമയത്ത് അവസാനത്തെ റമളാനിൽ 20 ദിവസം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിരുന്ന റബ്ബിലേക്ക് ഒന്നുകൂടെ അടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, അള്ളാന്റെ റസൂൽ മരണത്തിന് കാരണമായ രോഗം ഒരു 10-11 ദിവസം നടന്നു. അധികമൊന്നും കടന്നിട്ടില്ല. ഒരു 10-11 ദിവസമാണ് പ്രവാചകൻ മരിക്കുന്നതിലേക്ക് വഴി തെളിയിച്ച ആ ഒരു രോഗവുമായി കൊണ്ട് ബന്ധപ്പെട്ടുള്ള ചരിത്രം. ആ ചരിത്രമാണ് സുഹൃത്തുക്കൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. രോഗം പിടിപെടുന്നത് മുതൽ പ്രവാചകന്റെ അവസാനത്തെ വാക്കുകളിലേക്ക് കണ്ണോടിക്കുമ്പോ നമുക്ക് ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് പഠിച്ചെടുക്കാനുണ്ട്. ഹിജറ 11 സഫർ മാസം ഒരു അൻസാരി യുവാവിന്റെ മരണം കഴിഞ്ഞ്, ജനാസ കഴിഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ് പ്രവാചകന്റെ രോഗത്തിന്റെ തുടക്കം ശക്തമായൊരു തലവേദനയായിരുന്നു. അങ്ങേയറ്റത്തെ തലവേദനയായിരുന്നു, സഹിക്കാൻ കഴിയാത്ത തലവേദനയായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരുടെ അടിയിലേക്ക് വരുന്നുണ്ട്, എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ നാളെ എവിടെയാണ്? ഞാൻ നാളെ ഇന്നോടത്താണ് നല്ല പറയുന്നത്. പ്രവാചകന്റെ നീതിയാണ്, ആർക്കും സെലക്ട് ചെയ്യാമെന്നാണ്. ഞാൻ നാളെ എവിടെയാണ് ഉണ്ടാകേണ്ടത്? പക്ഷെ എല്ലാ ഭാര്യമാരും ഒരുപോലെ ഐക്യകണ്ഠേന തീരുമാനിച്ചു. അവർക്ക് പ്രവാചകൻ എന്ന ഭർത്താവിന്റെ മനസ്സ് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ഞങ്ങളുടെ ഭർത്താവ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ആയിഷയാണ്, ഏറ്റവും ഇളയവൾ അവളാണ്, അവളുടെ കൂടെ തന്നെ പോയിക്കോട്ടെ എന്ന്. അവിടെ സുഹൃത്തുക്കളെ ഒരു അസൂയ ഉണ്ടായില്ല. ആ ഭാര്യമാർ നമുക്ക് മാതൃകകളായിരുന്നു, അല്ലേ? ഐക്യകണ്ഠേന തീരുമാനിച്ചു, എങ്കിൽ നിങ്ങൾക്ക് ആയിഷയുടെ കൂടെ പോകാം, ഞങ്ങളുടെ ദിവസങ്ങളെല്ലാം നിങ്ങൾക്ക് വിട്ടുതന്നു എന്നാണ്. ഭർത്താവിന്റെ മനസ്സ് മനസ്സിലാക്കിയ ഭാര്യ എന്ന വലിയൊരു പോയിന്റ് നമുക്കിവിടെ കിട്ടാനുണ്ട്. അങ്ങനെ അള്ളാന്റെ റസൂലിന് നേരെ നിന്ന് നിൽക്കാൻ കഴിയുന്നില്ല. അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈയിട്ടുകൊണ്ട് നമ്മുടെ പ്രവാചകൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പോവുകയാണ്. 11 ദിവസത്തോളം രോഗിയായിക്കൊണ്ട് കിടക്കുന്നു. പക്ഷേ
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ തലവേദന വരുമ്പോഴും ഒരു വഖത്തിലെ ജമാഅത്ത് പോലും ബോധപൂർവ്വം ഒഴിവാക്കിയിട്ടില്ല എന്നാണ്. ഒരു ചെറിയ തലവേദന വരുമ്പോഴേക്കും, ചെറിയൊരു ബാക്ക് പെയിൻ വരുമ്പോഴേക്കും, ചെറിയ എന്തെങ്കിലും ഒരു മൂക്കലിപ്പ് വരുമ്പോഴേക്കും ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടെങ്കിൽ സുഹൃത്തെ, അള്ളാന്റെ റസൂലിന്റെ അവസാന നിമിഷങ്ങളിൽ മനോഹരമായ ഒരു പാഠം നമ്മളെ തിരുത്തുന്നു. സഹോദര, ജമാഅത്തിന്റെ വിഷയം വളരെ ഗൗരവത്തിലെടുക്കണമെന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 5 ദിവസങ്ങൾക്ക് മുൻപ് ഒരു ബുധനാഴ്ച ദിവസം അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ളുഹറിന് ശേഷം ശക്തമായ തലവേദനയും വയറുവേദനയും വരികയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തലവേദന ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു തരാൻ വേണ്ടി പറയുന്നുണ്ട്. അവർ വെള്ളം ഒഴിച്ചു, പിന്നെ കൊടുത്തു, ഒരുപാട് തവണ ആവർത്തിച്ചു എന്നാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻക്ക് ഒരു ആശ്വാസം ഉണ്ടായി. ആശ്വാസം ഉണ്ടായപ്പോൾ കിടന്നുറങ്ങല്ല, അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ വീട്ടിലേക്ക്, നേരെ പള്ളിയിലേക്ക് വന്നു എന്നാണ്. സാധാരണ പ്രവാചകനെ കാത്തിരുന്ന മിമ്പറിന്റെ മുകളിൽ പ്രവാചകൻ നിൽക്കാറായിരുന്നു പതിവ്. പക്ഷെ അന്ന് നിൽക്കാനുള്ള കഴിവില്ല. അള്ളാന്റെ റസൂല് മിമ്പറും അവിടെ ഇരുന്നു. എന്നിട്ട് നടത്തിയ ചില ഉപദേശങ്ങളുണ്ട്. സഹോദര, ഒന്ന് എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലും അള്ളാന്റെ റസൂലിന്റെ ജീവിതം ഇത് അവസാനിക്കുന്ന ഘട്ടമെത്തുമ്പോ എന്റെ ഉമ്മത്തിന് ഞാൻ അടിവരയുടെ ഇട്ട് കൊടുക്കേണ്ട ചില ബാധ്യതകളുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന ഇരുപ്പിൽ ചില ഒരു ഉപദേശം നടത്തുന്നുണ്ട്. ആ ഉപദേശങ്ങളെ സഹോദര നമ്മൾ നെഞ്ചേറ്റണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് എന്റെ റബ്ബ് 2 ഓപ്ഷൻ നൽകിയെന്നാണ്. എനിക്ക് എന്റെ റബ്ബ് 2 ഓപ്ഷൻ നൽകി. ഒന്ന്, ദുനിയാവ് വേണമെങ്കിൽ നിനക്ക് സെലക്ട് ചെയ്യാം, അതല്ല എങ്കിൽ വബൈനമാ ഇൻദഹു, റബ്ബിന്റെ അരികിലുള്ളത് സ്വീകരിക്കാമെന്നാണ്. ഫഖ്താറ മാ ഇൻദഹു, ആ അടിമ അള്ളാന്റെ അരികിലുള്ളത് സെലക്ട് ചെയ്തു എന്നാണ്. ഈ വാക്ക് കേൾക്കുമ്പോൾ കൂട്ടത്തിൽ നിന്നും കരഞ്ഞത് അബൂബക്കർ റളിയല്ലാഹു അൻഹു മാത്രമാണ്. അള്ളാന്റെ അരികിലുള്ളത് ഒരു അടിമ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയുമ്പോ അള്ളാന്റെ റസൂൽ ഇതാ യാത്ര പോകാൻ ഒരുങ്ങുകയാണെന്ന കൃത്യമായ ബോധം മനസ്സിലാക്കിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അവിടുന്ന് അങ്ങോട്ട് പ്രവാചകൻ ചില ഉപദേശങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങൾ കൊടുത്തു. ഒന്ന്, അള്ളാന്റെ റസൂൽ പറ, ഇന്ന അക്സറ മാ അഖാഫു അലൈക്കും, കൂട്ടരെ മുസ്ലിം ഉമ്മത്തിലെ ആണുങ്ങളെ പെണ്ണുങ്ങളെ, നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് എന്താണെന്നറിയോ? ഏറ്റവും ഭയപ്പെടുന്നത് മാ യുഖ്രിജുല്ലാഹു ലക്കും മിൻ ബറകാത്തിൽ അർളി, ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികരിച്ച് ബറക്കത്തിന് നൽകുന്നു എന്നതാണ്. ഭൂമിയിലെ വിഭവങ്ങൾ നിങ്ങൾക്ക് സമൃദ്ധമായി കൊണ്ട് കിട്ടുന്നതിനെയാണ്, ദാരിദ്ര്യത്തെയല്ല ഞാൻ ഭയപ്പെടുന്നത് എന്നാണ്. അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, എന്താണ് ആ ബറകാത്തുൽ അർള്? സഹ്റത്തുദ് ദുനിയാ, ദുനിയാവിലെ പൊലിമകളാണ് എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സുഹൃത്തുക്കളെ, ദുനിയാവ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണമെന്നാണ്. അതുവരെയുള്ള മനോഗതി മാറും. ശമ്പളം വർദ്ധിച്ചിട്ടുണ്ടോ? ദുനിയാവിന് വിഭവങ്ങൾ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഒരു പക്ഷേ നന്ദികേടും കൂടാൻ കാരണമാകും, കിബർ കൂടാൻ കാരണമാകും, പൊങ്ങച്ചം കൂടാൻ കാരണമാകും, പല അവകാശങ്ങളും ധ്വംസിക്കപ്പെടുവാനുള്ള കാരണമാകും. അതുകൊണ്ട് ദുനിയാവിനെ നിങ്ങൾ പേടിയോടുകൂടെ സമീപിക്കണമെന്നാണ്. വത്തഖുദ്ദുനിയാ, ദുനിയാവിനെ നല്ലോണം പേടിച്ചു കൊണ്ട് ഹാൻഡിൽ ചെയ്തോ എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നൽകിയ മരണക്കടക്കയിലേക്ക് പോകുന്നതിന്റെ തൊട്ടുമ്പ് നടത്തുന്ന ഉപദേശം എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, സ്വഹാബാക്കൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂൽ ആ സമയത്ത് കൊടുത്ത മറ്റൊരു ഉപദേശം, ലഅനല്ലാഹുൽ യഹൂദ വന്നസാറാ ഇത്തഖദു ഖുബൂറ അംബിയാഇ മസാജിദ. കൂട്ടരെ, യഹൂദികൾക്കും നസ്രാണികൾക്കും അള്ളാഹുവിന്റെ ശാപം വന്നിട്ടൊരു കേസുണ്ട്. എന്താണെന്നറിയോ? അവരുടെ പ്രവാചകന്മാർ മരിച്ചപ്പോ അവരുടെ ഖബറുകളെ അവർ ഇടുപ്പാക്കി, മസ്ജിദുകളാക്കി, ആരാധനകൾ വന്ന് വീടുന്ന സ്ഥലമാക്കി അതിനെ മാറ്റിക്കളഞ്ഞു എന്നാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ഒരിക്കലും എന്റെ ഖബറിനെ അങ്ങനെ ആക്കാൻ പാടില്ല എന്നാണ്. ആയിഷ പറയുന്നുണ്ട്, ലൗലാ ദാലിക ലഉബ്രിസ ഖബറുഹു ഖശിയ അൻ യുത്തഖദ മസ്ജിദാ. അല്ലേ, ഇങ്ങനത്തെ ഒരു ഭയപ്പാടില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറ് എല്ലാവർക്കും കാണത്തക്ക രൂപത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുമായിരുന്നു എന്നാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, പടച്ചോനെ എന്റെ ഖബറിടം ഒരിക്കലും ആരാധിക്കപ്പെടുന്ന, ആഘോഷങ്ങൾ നടക്കുന്ന ഒരിടമാക്കി മാറ്റരുതേ എന്നാണ്. അതുകൊണ്ടാണ് ഇന്നും ആ സെക്യൂരിറ്റി അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മാലോകരെ, പ്രമാണങ്ങളിൽ നിന്നും ദീൻ ഉൾക്കൊള്ളാൻ ഭാഗ്യം ലഭിച്ച എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, ആലോചിക്കൂ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന ഉപദേശം, വിശ്വാസിക്ക് ഖബറുമായിട്ടുള്ള ബന്ധം പരലോകത്തെ ഓർക്കാൻ വേണ്ടി മാത്രമാണ്. ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്. ഖബറാളിയോട് ഇങ്ങോട്ട് എന്തെങ്കിലും ആവശ്യപ്പെടലല്ല. ഒരു ചെറിയൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ കൂട്ടരെ. ഇന്ന് നമ്മുടെ നാട്ടിന് പുറത്ത് കാണുന്ന കുറെ ഖബറുകളുണ്ടല്ലോ, ഖബർ ബിസിനസ്സുകൾ, അല്ലെ? അവിടെ എന്തിനാണ് ആ ഒരു കുറ്റി? അവിടെ എന്തിനാണ് പണം ഇടുന്നത്? അല്ലെ, ആരെങ്കിലും ആലോചിച്ചു?
അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും നാണയത്തുട്ടുകളിട്ട് അവിടത്തോടുള്ള ആളോട് പ്രാർത്ഥിക്കുകയോ അവിടെ പോയി സങ്കടങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മെച്ചമുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്റെ ഖബർ കൊണ്ട് എന്റെ ഉമ്മത്തിന് കിട്ടേണ്ട ഒരു ഖൈർ തടയുമായിരുന്നു. ആലോചിക്കും കൂട്ടരെ, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ മിനിറ്റുകൾ കോടികൾ വന്നും അറിയില്ലേ? അവിടെ ഉണ്ടോ അങ്ങനത്തെ ഒരു അവസരം? അവിടെ പോയിട്ട് ഭയങ്കര സെക്യൂരിറ്റിയാണ്. അവിടെ ആരെങ്കിലും കൈപൊക്കുമ്പോഴേക്കും അവിടെയുള്ള ആളുകൾ തടയുകയാണ്. എന്തേ കാരണം? അവിടെ സലാം പറയുന്നതിനപ്പുറത്ത് വേറൊരു പരിപാടി ഇല്ല എന്നതാണ് കാരണം. അതുകൊണ്ട് കൂട്ടരെ, ആ ഒരു ഏർപ്പാട് നമുക്ക് പറ്റിയതല്ല. ആരെങ്കിലും ആ നിലക്ക് പോയവരുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, തൗബ ചെയ്യാൻ കഴിയണം. ശിർക്കാണത്, നരകം അനന്തരമാക്കുന്ന കാര്യമാണത്. നാളിതുവരെ ചെയ്തു വെച്ച മുഴുവൻ നന്മകളും തച്ചുടക്കപ്പെടുന്ന അത്രയും വലിയ പാതകമാണത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് തൊട്ട് മുമ്പ് ഉപദേശം നൽകാൻ മാത്രം പിന്നെ പ്രധാനപ്പെട്ട വിഷയമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നടത്തിയ പ്രഖ്യാപനമാണ്, ഞാൻ ആരെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വരാമെന്നാണ്. ഞാൻ ആരെങ്കിലും ഞാൻ ആരുടെയെങ്കിലും ശരീരത്തിൽ പ്രഹരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തല്ലാമെന്നാണ്. അല്ലെ, ഞാൻ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പ്രതികാരം വിട്ടാമെന്നാണ്. എന്തിനാ സുഹൃത്തെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പാപവും ചെയ്യാത്ത പ്രവാചകൻ അങ്ങനത്തെ ഒരു പാഠം പഠിപ്പിച്ചത്? ജനങ്ങളുമായിട്ടുള്ള ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ല മരണം വേണമെങ്കിൽ പൊരുത്തപ്പെടിപ്പിച്ചോളിമെന്ന വലിയൊരു പാഠമാണ് അതിൽ നൽകുന്നത്. പല ആളുകൾ ഇപ്പോഴും തെറ്റില്ല. വർഷങ്ങളായിട്ട് പിണങ്ങി നടക്കുക, എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരാളാണ് മരിക്കും, എന്നിട്ടോ ഒന്ന് പൊരുത്തപ്പെട്ട് തരണട്ടോ എന്നൊന്ന് പറയാൻ പോലും മനസ്സ് കാണിക്കാതെ അങ്ങനെ ഈഗോ അടിച്ച് ഇൻഫെർട്ടി കോംപ്ലക്സ് അടിച്ച് അങ്ങനെ നടക്കും കുറെ ആളുകൾ. എന്നിട്ട് പരലോകത്ത് പോകുമ്പോൾ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടാവും. അല്ലാഹുവിന്റെ റസൂൽ പറയാ പാടില്ല എന്നാണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പൊരുത്തപ്പെടിപ്പിക്കാനുണ്ടെങ്കിൽ, പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ, സഹോദര, ഏത് സമയത്തും നമ്മളെ മാടി വിളിക്കുന്ന മരണത്തിന് വേണ്ടി ഒരുങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പിണക്കങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയണമെന്നാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മരണത്തിലേക്ക് അടുക്കുന്ന അവസാനത്തെ നിമിഷങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. മരിക്കുന്നതിന്റെ 4 ദിവസങ്ങൾക്ക് മുൻപ് ഒരു വ്യാഴാഴ്ച നേരം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമായി കൊണ്ട് നിസ്കരിക്കണം. 4 നേരവും പ്രവാചകൻ ഇമാമ. പക്ഷെ ഇശാ നിസ്കരിക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയുന്നില്ല. രോഗം കഠിനമാകുന്നു. 3 തവണയോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബോധം നഷ്ടപ്പെടുന്നു. ബോധം വരുമ്പോഴൊക്കെയും പ്രവാചകൻ ആവർത്തിച്ച് ചോദിക്കുന്നു, അസ്സല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചു എന്നാണ്. സഹോദരങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ജമാഅത്ത് നമസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. ഇശാ നമസ്കാരത്തിന് പ്രവാചകനിട്ട വിലയാണത്. പിന്നീട് അങ്ങോട്ടുള്ള നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെർമിഷൻ കൊടുക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ചെറിയൊരു ആശ്വാസം ഉണ്ടായപ്പോൾ പ്രവാചകൻ വീണ്ടും ലുഹറിന് വേണ്ടിയിട്ട് ലുഹർ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നതിന് അറിയാതെ അബൂബക്കർ നേതൃത്വം കൊടുക്കുന്നു. പ്രവാചകനെ കാണുമ്പോൾ ഇമാമത്തിന് മാറാൻ വേണ്ടി ശ്രമിക്കുന്നു. പ്രവാചകൻ പെർമിഷൻ കൊടുക്കുകയാണ്. മരണത്തിന്റെ തലേന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചൊരു ആശ്വാസം എടുക്കുമ്പോൾ വീണ്ടും ചില ബാധ്യതാ നിർവഹണത്തിലേക്ക് പ്രവാചകൻ വരികയാണ്. തന്റെ അടിമകളെ മോചിപ്പിക്കുന്നു. ആകെയുണ്ടായിരുന്ന 7 ദീനാർ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം നൽകുന്നു. അതേപോലെ തന്നെ ആയുധങ്ങൾ മുസ്ലിമീങ്ങൾക്ക് നൽകുന്നു. പിന്നെയോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അവസാനമായി കൊണ്ട് കത്തിച്ചു വെക്കാനുള്ള വിളക്കിൽ എണ്ണയില്ലാത്തതിന്റെ പേരിൽ തൊട്ടപ്പുറത്തുള്ള ജൂതന്റെ ഒരു പണയം പിന്നെ പെടുത്തുകയാണ്. ആ ദാരിദ്ര്യത്തിന്റെ ഒരു കയ്പുനീര് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മേടിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ നിസ്കാരം. പിന്നീടുള്ള നിസ്കാരത്തിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവസരമുണ്ടായിട്ടില്ല എന്നാണ്. ഏകദേശം ദുഹയുടെ സമയമായപ്പോൾ മഹദിയായ ഫാത്തിമ ബീവിയെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിപ്പിക്കുന്നുണ്ട്. മഹദി വന്നപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു എന്നാണ്. ആദ്യം ഒരു കാര്യം കേട്ടപ്പോൾ, സ്വകാര്യം കേട്ടപ്പോൾ അവിടുന്ന് ചിരിച്ചു എന്നാണ്. ആദ്യം കരയുന്നുണ്ട്, പിന്നീട് ചിരിക്കുകയാണ്. എന്താ സംഭവം? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയാകാൻ പോവുകയാണ് എന്നതാണ് ആദ്യത്തെ സന്ദേശം. പിന്നീട് പറഞ്ഞു, ഈ നബി കുടുംബത്തിൽ നിന്നും എന്നിലേക്ക് ആദ്യം എത്തുക നീയാണ് എന്നാണ്. അത് കേട്ടപ്പോൾ അവിടുന്ന് ചിരിച്ചു എന്നാണ്. സഹോദരങ്ങളെ, പിന്നീട് അവിടുന്ന് ഭാര്യമാരെ വിളിച്ചു വരുത്തുന്നു, പേരക്കുട്ടികളെ വിളിച്ചു വരുത്തുന്നു, എല്ലാവർക്കും വേണ്ട ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. സ്വത്തിനെ കുറിച്ചല്ല ചർച്ച, മറ്റേ വേറെന്തെങ്കിലും ഭൗതികപരമായിക്കൊണ്ടുള്ള കാര്യങ്ങളല്ല ചർച്ച. ഏത് ഖുർആനിൽ തന്നെ ഒരുപാട് പ്രവാചകന്മാരുടെ മരണക്കിടക്കയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കാണാൻ കഴിയും. അവിടങ്ങളിലെല്ലാം അവർ നടത്തുന്ന ഉപദേശങ്ങൾ, മക്കളെ വിളിച്ചു വരുത്തി ഉപദേശിക്കുന്ന ഉപദേശങ്ങളിൽ ആദർശമാണ് വിഷയം. മക്കളെ, ഉപ്പാന്റെ കാലശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? അല്ലേ, തൗഹീദ് ഞങ്ങൾ പ്രഖ്യാപിച്ചോളാം എന്ന ആ ഒരു കരാറ് വാങ്ങിയിട്ടാണ്
നമ്മുടെ മുൻഗാമികളായ പ്രവാചകന്മാർ ഇഹലോകവാസം വെടിയുന്നത്. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് തന്നെയാണ് നടത്തുന്നത്. വീണ്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സലാത്ത് വമാ മലക്കത് ഐമാനുക്കും. നമസ്കാരത്തിന്റെ വിഷയമാണ് വീണ്ടും പ്രവാചകൻ അവസാനമായി കൊടുക്കുന്ന ഉപദേശം എന്നാണ്. പിന്നെ പറഞ്ഞു, നിങ്ങൾ വലങ്കൈ ഉടമപ്പെടുത്തിയത് എന്നാണ്. നിങ്ങൾ ആരുടെ ഉത്തരവാദിത്തമാണോ ഏറ്റെടുത്തിട്ടുള്ളത് ആ ഉത്തരവാദിത്തം നിങ്ങൾ പൊന്നുപോലെ കൊണ്ടു നടക്കണമെന്നാണ്. ഭാര്യയെ നിങ്ങൾ ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, മക്കളെ നിങ്ങൾ ഉടമപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊന്നും കൈമോശം വരുത്തിയിട്ട് പരലോകത്തേക്ക് വരാൻ നിൽക്കരുത് എന്ന വലിയൊരു സിഗ്നൽ, വലിയൊരു ഉപദേശം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് വേണ്ടി കടക്കുന്നു. നമ്മുടെ ഉമ്മയുടെ മടിത്തട്ടിലേക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീഴുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അനിയൻ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ പിന്നെ ആങ്ങള വരുമ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ മിസ്വാക്ക് കാണുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ നോട്ടമാണ് കണ്ടിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹ. പറഞ്ഞിട്ടില്ല, ആയിഷ എനിക്കത് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു നോട്ടത്തിന്റെ ഉള്ളിൽ പിന്നെ അടങ്ങിയിരിക്കുന്ന ധ്വനിയെ കുറിച്ച്, സിഗ്നലിനെ കുറിച്ച് കൃത്യമായി കൊണ്ട് വായിക്കാൻ കഴിഞ്ഞ മാതൃകാ വനിതയായ ആയിഷ റളിയല്ലാഹു അൻഹ ആ മിസ്വാക്ക് മേടിച്ച് അവിടുന്ന് തന്നെ കടിച്ച് അത് വൃത്തിയാക്കി പ്രവാചകന്റെ പല്ല് തേച്ചു കൊടുത്തു എന്നാണ്. രണ്ടുണ്ട് കാര്യം. ഒന്ന്, വായെപ്പോഴും വൃത്തിയാക്കേണ്ടതിന്റെ പവിത്രത നമുക്ക് കാണാൻ കഴിയും. സിവാക്ക് എന്ന് പറഞ്ഞ പല്ല് തേക്കുക എന്നുള്ളത് സുഹൃത്തുക്കളെ വായക്ക് ശുദ്ധിയും റഹ്മാനായ റബ്ബിന്റെ അടുത്ത് പരിശുദ്ധിയുമാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെറിയ സുന്നത്തിനെ പോലും ഹയാത്താക്കിയിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങുന്നത്. രണ്ടാമത്തെ കാര്യം, ആ മനസ്സ് വായിക്കാൻ കഴിഞ്ഞ ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹയാണ് നമുക്ക് മാതൃക. ആ ഒരു നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി കൊണ്ട് ചില വാചകങ്ങൾ ഉരുവിടുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ എന്താണ് ഈ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ചുണ്ടിന് നേരെ തന്റെ കാത് പിന്നെ എടുത്തു വെക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ന ലിൽ മൗതി സക്റാത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് പറയാണ്, ഇന്ന ലിൽ മൗതി ലസക്റാത്ത്. മരണത്തിന് ശക്തമായ വേദനയുണ്ട് ആയിഷ എന്നാണ്. മരണത്തിന് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ശക്തമായ വേദനയാണ് എന്നാണ്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ അനുഭവിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് മരണവേദന എന്ന് പറയുന്നത്. ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ മരിക്കാൻ പോകുന്ന രംഗത്തെക്കുറിച്ച്? എന്നെങ്കിലും ഒന്ന് കിടക്കപ്പായിൽ നിന്ന് എണീക്കണ സമയത്ത് ഇന്ന് എന്റെ മരണം നടന്നാൽ എന്തായിരിക്കുമെന്ന് എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തെ? ചിന്തിക്കാൻ നമുക്ക് കഴിയണം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഹബ്ബിൻ അലയ്യ സക്റാത്തിൽ മൗത്ത്, അല്ലാഹുമ്മ ഹബ്ബിൻ അലയ്യ സക്റാത്തിൽ മൗത്ത്. പടച്ചോനെ, മരണത്തിന്റെ വേദന എനിക്ക് നീ ലഘൂകരിച്ചു തരണേ റബ്ബേ, മരണത്തിന്റെ വേദന എനിക്ക് നീ ലഘൂകരിച്ചു തരണമേ റബ്ബേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പ്രാർത്ഥിക്കുകയാണ്. മരിക്കാൻ കിടക്കുമ്പോൾ പോലും പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഒഴിവാക്കിയ ജീവൻ നമുക്കില്ല കൂട്ടരെ. ഏറ്റവും വലിയ അശക്തൻ ആരാന്നറിയുമോ? ഏറ്റവും വലിയ അശക്തൻ ആരാന്നറിയോ? മസിലില്ലാത്തവനല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ളവനല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും വലിയ അശക്തൻ എന്ന് പറഞ്ഞത് പ്രാർത്ഥന ശരിക്കും ഉപയോഗിക്കാൻ കഴിയാത്തവനാണ്. പ്രാർത്ഥന കൊണ്ട് അശക്തനായവനാണ് ശരിക്കുള്ള അശക്തൻ എന്നാണ്. മരിക്കാൻ കിടക്കുമ്പോൾ പോലും പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. എന്താ, ചില ആളുകൾ അവർ അനുഗ്രഹിക്കപ്പെട്ടവരായ പിന്നെ പ്രവാചകന്മാരുടെ കൂടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെ കൂടെയുമാണ് എന്നാണ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലീ വർഹംനി വൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖിൽ അഅ്ലാ, ഉന്നതനായ റബ്ബിലേക്ക് എന്നെ നീ ചേർക്കണേ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി കൊണ്ട് ആ വാചകങ്ങൾ ഉരുവിട്ടുകൊണ്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഈ മരണം നടക്കുന്ന സമയത്ത് സ്വഹാബാക്കൾ ആകെ മാറി മറിയുന്നുണ്ട്. മരണത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഭ്രാന്താവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. എന്റെ മുഹമ്മദ് എങ്ങാനും ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ ശിരസ് ഞാൻ ഛേദിക്കുമെന്ന് പറയാൻ മാത്രം ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു ആ മരണം എന്ന് പറയുന്നത്. ഫാത്തിമ ബീവി ഒരു ഭാഗത്ത് തളർന്നു കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ദൂരെ ഉണ്ടായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു സന്ദേശം ലഭിച്ചു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഓടിയെത്തുകയാണ്. ഓടിയെത്തി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റത്ത് ഒരു ചുടുചുംബനോ നൽകി നേരെ മിമ്പർമ കയറിയിട്ട് സമചിത്തത വീണ്ടെടുത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നെ മിമ്പർമ കയറിയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നതെങ്കിൽ ദാ മുഹമ്മദ് അവസാനിച്ചിട്ടുണ്ട്. മൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്.
ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്ന സന്ദേശം നൽകിയെന്നാണ്. അവിടുന്ന് ചില ഓതിയ ആയത്തുകൾ സ്വഹാബാക്കൾ പിന്നീട് പറയുന്നുണ്ട്, അപ്പോൾ അവതരിച്ചതാണോ എന്ന് ഞങ്ങൾ തോന്നിപ്പോയി എന്നാണ്. അവിടുന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കർമ്മങ്ങളിലേക്ക് കടക്കുകയാണ്. സുഹൃത്തുക്കളെ, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാത്രമല്ല, മരണം പോലും നമുക്ക്, ആ മരണത്തിന്റെ അവസാന നിമിഷങ്ങളും നമുക്ക് പാഠമേറെ ഉൾക്കൊള്ളേണ്ടതാണ്. നമ്മളും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിടത്തേക്ക് യാത്രയാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വസ്തഗ്ഫിറൂ മിൻ കുല്ലി ദംബിൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും മരണത്തിലുമുള്ള നാം ഉൾക്കൊള്ളേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യങ്ങളും അതുപോലെ തന്നെ മാതൃകകളുമാണ് സൂചിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത് മുഴുവനും നമുക്ക് വേണ്ടിയാണെന്നാണ് പറഞ്ഞതിന് ചുരുക്കം. അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്, സുഹൃത്തുക്കളെ, അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്, ഒന്ന്, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ആദർശങ്ങളും പ്രവാചകൻ പഠിപ്പിച്ച ചര്യകളും ഹയാത്താക്കുക എന്നുള്ളതാണ്. അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന സുന്നത്തിന് ഇഷ്ടപ്പെടലും അത് നടപ്പിൽ വരുത്തലും. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി എന്നാണ്. രാവിലെ എണീറ്റത് മുതൽ കിടക്കപ്പായിലേക്ക് തിരിച്ച് കയറുന്നത് വരേക്കും, കയറുമ്പോഴും അവസാനം നമ്മൾ ഉറക്കത്തിലേക്ക് വെടുതുന്ന അവസാന സെക്കൻഡിലടക്കം സുന്നത്തുകളാൽ നിബിഡമാണ് നമ്മുടെ ജീവിതം. അത് പഠിക്കാനും അത് പ്രാവർത്തികമാക്കുന്നിടത്താണ് യഥാർത്ഥത്തിലുള്ള പ്രവാചക സ്നേഹം എന്ന് പറയുന്നത്. അല്ലാതെ നബിതങ്ങളുടെ സ്നേഹം എന്ന് പറഞ്ഞ ആണ്ടിൽ ഒരിക്കൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയത് കൊണ്ടോ റോട്ടിലിറങ്ങി തുള്ളിയത് കൊണ്ടോ സന്തോഷമാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും അത് നടപടിയാകുന്ന വിഷയമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊന്നല്ല മാനദണ്ഡം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പഠിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ പച്ചയായ ഇടങ്ങളിൽ അള്ളാന്റെ റസൂലിന്റെ 1000 സുന്നത്തുകളെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ കഴിയുന്നവരാണ് നമ്മൾ. ആ നിലക്ക് പഠിപ്പിക്കപ്പെട്ടവരാണ്. ക്ലാസ് വെള്ളം കുടിക്കുന്നിടത്ത് പോലും അള്ളാന്റെ റസൂലിന്റെ ചര്യയുണ്ട് നമുക്ക്. ഭാര്യ ഭർത്തൃ ബന്ധം നടക്കുന്നിടത്ത് പോലും അള്ളാന്റെ റസൂലിന്റെ ചര്യയുണ്ട്. ബാത്റൂമിലേക്ക് പോകുന്നിടത്ത് പോലും പ്രവാചകന്റെ സുന്നത്ത് ഉൾക്കൊള്ളാനുണ്ട്. നമുക്ക് പഠിക്കാനുണ്ടേറെ, പ്രാവർത്തികമാക്കാനുണ്ടേറെ. സുഹൃത്തെ, സജീവമായൊരു ശ്രദ്ധ അള്ളാന്റെ റസൂലിന്റെ മരണത്തിൽ പോലും ഇത്രയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടെങ്കിൽ പ്രവിശാലമായി കിടക്കുന്ന ഒരു 1/4 നൂറ്റാണ്ടോളം പ്രവാചകനായി ജീവിച്ച അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഉണ്ട് പഠിക്കാനേറെ പാഠങ്ങൾ. അത് പഠിക്കുക, അത് പ്രാവർത്തികമാക്കുക, ഹയാത്താക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അള്ളാന്റെ റസൂലിനോടുള്ള ഇഷ്ടത്തിന്റെ രണ്ടാമത്തെ ഒരു തലം എന്താണെന്നറിയാം സുഹൃത്തുക്കളെ? പ്രവാചകൻ പഠിപ്പിച്ച ആദർശം ഉണ്ടല്ലോ, ആ ആദർശത്തിൽ കണിശതയുള്ളവരാവുക എന്നുള്ളതാണ്. ആദർശ കണിശതയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ മുഖമുദ്ര എന്ന് പറയുന്നത്. ഇറക്കി വെക്കും നമ്മളെ കബറിലേക്ക്. ഉയരും ചില ചോദ്യങ്ങൾ, ശക്തമായ ചോദ്യങ്ങൾ. മറുപടി കൊടുക്കുന്നവനെ വിജയം കൈവരിക്കുകയുള്ളൂ. ആർക്ക് കഴിയും മറുപടി പറയാൻ? അതിന് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ. അള്ളാന്റെ റസൂൽ പറഞ്ഞ രൂപത്തിൽ ജീവിക്കണം. ആദർശ കണിശതയോടുകൂടെ ജീവിക്കണം. അടിവരയിടുന്നു ആദർശ കണിശത എന്ന വാചകത്തെ. നമ്മൾ ജീവിക്കുന്നത് ബഹുമത സമൂഹത്തിലാണ്. ഒരുപാട് ആശയങ്ങളും ആദർശങ്ങളുടെയും ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ആളുകൾക്കുള്ളൊരു മൂടെന്താണെന്നറിയോ? ഇന്ന് ആളുകൾക്കുള്ളൊരു ആവേശം എന്ന് പറയുന്നത് എല്ലാ സംഗതികളെയും ആഘോഷിക്കുവാനുള്ള ഒരു ആഘോഷത്വര, ഒരു സെലിബ്രേഷൻ മെന്റാലിറ്റിയിലാണ് ഇന്ന് എല്ലാ ആളുകളും നടത്തുന്നത്. അതിങ്ങനെ തൊട്ടതും പിടിച്ചതൊക്കെ ആഘോഷിച്ച് തിമിർത്ത് പെയ്ത് പതിയെ ദീനിന്റെ കാര്യങ്ങളിലേക്കും മറ്റു മതങ്ങളുടെ കാര്യങ്ങൾ പോലും ആഘോഷിക്കുന്നിടത്തേക്ക് എത്തി. നഊദു ബില്ലാഹ്. എത്രത്തോളം എന്നറിയോ? എത്രത്തോളം എന്ന് പറഞ്ഞ അന്യമതസ്ഥരുടെ ആഘോഷത്തിന്റെ ഒന്നാമത്തെ സഫിലുള്ളത് ഉമ്മത്ത് മുഹമ്മദിലെ മെമ്പർമാരാണ്, തട്ടമിട്ട താത്തമാരാണ്. അവർ പോലും അന്താളിച്ചു നിൽക്കുന്നു, ഞങ്ങളുടെ മുഴുവനും ഇവര് കൊണ്ടല്ലോ എന്നാണ്. അവർക്കൊരു സ്പേസ് കൊടുക്കാത്ത വിധം ആ നിലയിലേക്കാണ് നഊദു ബില്ലാഹ് ഉമ്മത്ത് മുഹമ്മദിലെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികമൊന്നും വേണ്ട സുഹൃത്തുക്കളെ, വലിയ പ്രമാണങ്ങളിലേക്ക് നിങ്ങൾ പോകണമെന്നില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന 2 സൂറത്തുണ്ടല്ലോ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ കാഫിറൂൻ. എന്തിനാ അല്ലാഹുവിന്റെ റസൂൽ അതിങ്ങനെ എല്ലാ സമയത്തും ചൊല്ലിപ്പിക്കണം നമ്മളോട്? സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്തിൽ സുന്നത്ത് അല്ലേ, മഗ്രിബിന് സുന്നത്ത്, രാവിലെയും വൈകുന്നേരവും സുന്നത്ത്, 3 തവണ ചൊല്ലാന്നുള്ളത്. എല്ലാ നമസ്കാര ശേഷവും 1 തവണ നമ്മൾ ചൊല്ലുന്നു. ആ നിലക്കൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകം പഠിപ്പിക്കപ്പെടുന്നുണ്ടല്ലോ അല്ലെ. എന്തിനാണത്? അതിന്റെ ഉള്ളിലുള്ള ആദർശത്തിന്റെ ഊക്കാണ് സുഹൃത്തുക്കളെ.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവനക്കൊരു സന്താനമില്ല എന്നെങ്കിലും പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ക്രിസ്മസ് എന്ന പിന്നെ ഒരു ഈവന്റിനെ, ഒരു ആദർശത്തെ നമ്മളെ ആഘോഷിക്കാൻ കഴിയുക? സൂറത്തുൽ കാഫിറൂൻ അവതരിക്കാനുള്ള കാരണം എന്താ അറിയോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് ഒരു പ്രഖ്യാപനം, അവിടെയുള്ള ആളുകളുടെ ഒരു ഓഫർ, മെഗാ ഓഫർ. എന്താ മെഗാ ഓഫർ? മുഹമ്മദേ, നിനക്ക് ഞങ്ങൾ ചെയ്യുന്ന എല്ലാവിധ ഉപദ്രവങ്ങളും ഞങ്ങൾ നിർത്താം. അതുവരെ ചെയ്ത എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങൾ നിർത്തിക്കോളാം. പ്ലസ് നീ പറയുന്ന എല്ലാം ഞങ്ങൾ ചെയ്തു തരാം. നിനക്ക് പെണ്ണാണോ വേണ്ടത്? പെണ്ണ് ഞങ്ങൾ തരാം. നിനക്ക് ക്യാഷ് ആണോ വേണ്ടത്? അത് ഞങ്ങൾ തരാമെന്ന. പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്, ജസ്റ്റ് ആ ഡിമാൻഡ്. എന്താ? ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ആരാധനമാര് 1 വർഷം നിങ്ങൾ പിന്നെ ബഹുമാനിക്കണം, ആദരിക്കണം, ആരാധിക്കണം. നീ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിനെ ഞങ്ങളും ആരാധിച്ചോളാം എന്നാണ്. പക്ക മത സൗഹാർദ്ദ ചർച്ചക്കാണ് അവർ വന്നത്. 7ാം ആകാശത്തിൽ നിന്നും വഹി വന്നു. സൂറത്തുൽ കാഫിറൂൻ ഇറങ്ങി. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, നബിയേ, അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം, അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത വിധം ഇസ്സത്തോടുകൂടെ നീ പ്രഖ്യാപിക്കുക, അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന അഅ്ബുദു മാ അഅ്ബദ്തു വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഞാൻ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്നില്ല അല്ലെ? 2 തവണ ആവർത്തിച്ച് പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശം, എനിക്ക് എന്റെ ആദർശം. ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. പഠിപ്പിച്ചു തരും ഞങ്ങൾ. ശിർക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും, എല്ലാം ഞങ്ങൾ പറഞ്ഞു തരും. പക്ഷെ ആരെയും നമ്മൾ എന്താക്കൂല? നിർബന്ധിക്കൂല. വേണമെങ്കിൽ സ്വീകരിക്കാം, പക്ഷേ ഞങ്ങൾക്കൊരു ആദർശ കണിശതയുണ്ട് എന്നാണ്. ഇത് എത്ര തവണയാണ് സുഹൃത്തുക്കളെ നമ്മൾ പ്രഖ്യാപിച്ചത്? ആ പ്രഖ്യാപിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് മറ്റു മതസ്ഥരെന്ന് പറഞ്ഞാൽ എന്താ? ബഹുദൈവ ആരാധനയിൽ നിന്നും ഉത്ബുദ്ധമായതല്ല എല്ലാ കാര്യങ്ങളും. അപ്പൊ നമ്മൾ പറയും ഓണം അങ്ങനല്ല. അല്ല, അത് അതിനെക്കുറിച്ച് വിവരമില്ലാത്തോണ്ട് പറയണതാ. മനസ്സിലായില്ലേ? അതിന് ശരിക്കുള്ളൊന്ന് പഠന വിധേയമാക്കിക്കോളയും. ആ പൂക്കളം ഇടുന്നിടത്ത് പോലും തൃക്കാക്കര അപ്പനെ ആവാഹിക്കുകയുമായി ബന്ധപ്പെട്ട പിന്നെ ഐതിഹ്യങ്ങളുണ്ട്. സദ്യ വിളമ്പുന്ന ഇല എങ്ങനെ ഇടുന്നിടത്ത് വരെ വിശ്വാസങ്ങളുണ്ട്, ആദർശങ്ങളുണ്ട്. എല്ലാം ഇസ്ലാം അല്ലാത്തൊരു ആദർശം എന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ എന്താ അതിന്റെ അർത്ഥം? ബഹുദൈവാരാധന ഉണ്ടായതല്ലേ? പിന്നെ അങ്ങനെ ഒരു സാധനം വരുമ്പോൾ നമ്മൾ എങ്ങനെ അവിടെ പോയിട്ട് പൂക്കളിടുക? നമ്മൾ എങ്ങനെ നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാവരുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുക? നമ്മൾ എങ്ങനെയാണ് അതിനു വേണ്ടിയിട്ട് ഒത്താശ പകരുക? നമ്മൾ എങ്ങനെയാണ് അവിടെ കൂടെ നിൽക്കുക? ആ ആദർശത്തിന് വേണ്ടി നമ്മൾ എങ്ങനെയാണ്, ഒന്നുമില്ലെങ്കിലും ഒരു വാട്സപ്പിൽ ഒരു ലൈക്ക് ഇടാൻ നമുക്ക് പറ്റുമോ? നിങ്ങൾ പറയും. നമ്മൾ ഇടുന്ന ആ ലൈക്കുകൾ യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബിനെതിരെയല്ലേ? അവിടെ നമ്മൾ ഇട്ട ലൈക്ക് റഹ്മാനായ റബ്ബിനെതിരെ ഡിസ്ലൈക്ക് അല്ലേ ആധുനിക ഭാഷയിൽ പറയുമ്പോൾ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ പോലും അറിയാം. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞു അശ്ശിർകു അഖ്ഫാ മിൻ ദബീബിൻ നംൽ. ഓർത്തു വെച്ചോ, നരകം അനന്തരം എടുക്കുന്ന ശിർക്ക് എന്ന പാതകം നിങ്ങൾ പോലും അറിയാതെ ഒരു ഉറുമ്പ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതിനേക്കാൾ ഗോപ്യമായ രൂപത്തിൽ വരുമെന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയത് വെറുതെ അല്ല സുഹൃത്തുക്കളെ. എന്ത് സുഖരുന്നില്ലേ നേരത്തെ പറഞ്ഞത് കാണുന്നുണ്ടെങ്കിൽ? എന്തിനാ അല്ലാഹു റസൂൽ ഏറുകൊണ്ടത്? എന്തിനാ അല്ലാഹു റസൂൽ ബഹിഷ്കരിക്കപ്പെട്ടത്? ഈ ആദർശത്തിൽ വെള്ളം ചേർക്കാതിരുന്നതിന്റെ പേരില്ല. ആ താവടിയിലാണ് നമ്മൾ. നമുക്കൊരു എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ വാക്കിനെ ഒന്ന് എതിരിടാനുള്ള കപ്പാസിറ്റി പോലും ഇല്ല അല്ലെ നമുക്ക്? അതിനുള്ള കൂറ് നമുക്കില്ല അല്ലെ? അതിനെങ്ങനെ മനോഹരമായിക്കൊണ്ട് പിന്നെ കാര്യം പറഞ്ഞു കൊടുക്കുന്ന ഇൽമ നമുക്കില്ല അല്ലെ? സുഹൃത്തെ, ഞാൻ ആമുഖമായിക്കൊണ്ട് ഓതി വെച്ച ആയത്ത് നമ്മൾ എന്നും ഖിബലക്ക് അഭിമുഖമായിക്കൊണ്ട് നിന്ന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം, ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നമസ്കാരം, എന്റെ ബലികർമ്മം, എന്റെ ജീവിതം, എന്റെ മരണം, ഞാൻ മരിക്കുന്നുണ്ടോ നിനക്ക് വേണ്ടിയാ റബ്ബേ. ലാ ശരീക ലഹു, ഇല്ല അവൻക്കൊരു പങ്കുകാരൻ. വബിദാലിക ഉമിർതു, അപ്രകാരമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. നട്ടലോടുകൂടെ അന്തസ്സോടുകൂടെ പ്രഖ്യാപിക്കാൻ കഴിയണം സുഹൃത്തുക്കളെ. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നി ഞാനിപ്പോ മുസ്ലിമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കുക എന്നൊരു കോംപ്ലക്സ് ഉള്ളിൽ വരുമ്പോഴാണ് ഇങ്ങനെ അറിയാതെ ഇങ്ങനെ സമരസപ്പെട്ടു പോവുക. നമ്മുടെ വില അറിയണം. റഹ്മാനായ റബ്ബ് നമുക്ക് തന്ന ദീനെന്ന അനുഗ്രഹത്തിന്റെ ആഴവും പരപ്പും അറിയണം സഹോദര. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാന്റെ അരികിൽ സ്വീകാര്യോഗ്യമായ മതം, സ്വർഗം അനന്തരം എടുക്കുന്ന ആദർശം അത് ഇസ്ലാം മാത്രമാണ്. അതിനപ്പുറത്തുള്ളത് നരകമാണെന്ന് പറയുമ്പോൾ ഈ ഇസ്ലാമിലേക്ക് വരാൻ തൗഫീക്ക് കിട്ടിയിട്ടും പിന്നെ നമ്മൾ എങ്ങനെയാണ് സുഹൃത്തുക്കളെ പോവുക? ഇതൊന്നൊരു വർഗീയതയല്ല സുഹൃത്തുക്കളെ.
ഇത് ആദർശ കണിശതയാണ്. ഇതിനേക്കാൾ സ്ട്രോങ് ആയ ആദർശങ്ങൾ മറ്റു ടീമുകൾക്കുണ്ട്. ഇപ്പൊ വെറുതെ നാലിച്ചൊക്കെയും ഒരു ബ്രാഹ്മണന്മാരായ സുഹൃത്തുക്കളെ നമ്മൾ പിന്നെ മാംസം കൊടുത്ത് അവർ കഴിക്കോ? അവർ കഴിക്കില്ല എന്ന് പറഞ്ഞ് നമുക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടോ? അത്രേ ഉള്ളൂ. ഇപ്പൊ സിമ്പിൾ കേസാണ്. ഇതിനെ കണ്ട് ആളുകൾ കണ്ട് പർവ്വതീകരിച്ച് നമ്മളും ചില ഒത്താശകൾ കൊടുത്തത് വലിയ സംഭവമായതാണ്. നമ്മളെല്ലാവരും പാടെ കൂട്ടാൻ തീരുമാനിച്ചത് ഇതൊന്നും വിഷയമേ അല്ല. എന്തുവാണെന്നറിയോ? നമുക്ക് അതിന് ബോധം വേണം. നമ്മളെടുത്തുള്ള ദീനിന്റെ വില നമ്മൾ അറിയണം. മുസ്ലിമാണെന്ന് പറയുന്നതിൽ ആത്മാർത്ഥത വേണം സുഹൃത്തുക്കളെ. അതില്ലെങ്കിൽ എന്താണെന്നറിയോ? ചപ്പു ചണ്ടികളെ പോലെ എന്റെ ഉമ്മത്ത് മാറുന്ന അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ആ ലിസ്റ്റിലുണ്ടാവും നമ്മുടെ ഒക്കെ പേര്. അധികാരികൾ കയറി നരങ്ങും. അല്ലാഹുവിന്റെ റസൂൽ പറയാ അല്ലേ, കയറി നരങ്ങുന്ന പറഞ്ഞേ. എന്തേ പ്രവാചകരെ ഇപ്പൊ കയറി നരങ്ങുന്ന ഒരു കഥ ഉണ്ട്. എന്താ? നമ്മളാകെ എണ്ണത്തിൽ കുറച്ചുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അന്നിങ്ങനെ എണ്ണത്ത് കുറച്ചൊന്നല്ല, ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയാ. പക്ഷെ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്ന ചപ്പു ചാണ്ടികളെ പോലെയായിരിക്കും. നാമമാത്ര കാനേശുമാരി മാപ്പിളമാർ മാത്രമായിരിക്കും എന്നുള്ള ഉള്ളിൽ ഇസ്ലാം ഉണ്ടാവില്ല. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമീങ്ങളായിക്കൊണ്ടേ കൂട്ടരെ നിങ്ങൾ മരിക്കാൻ പാടുള്ളൂ. ആ ഇസ്ലാമിന്റെ ഐഡന്റിറ്റി നിലനിർത്തിയിട്ടേ പരലോകത്തേക്ക് എന്റെ മുമ്പിലേക്ക് വരാൻ പാടുള്ളൂ എന്നുള്ളത് റഹ്മാനായ റബ്ബിന്റെ വസിയത്ത സഹോദര. അതുകൊണ്ട് എന്തെങ്കിലും ഫാൾട്ടുകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തണം, തൗബ ചെയ്ത് മടങ്ങണം. ഇല്ലെങ്കിൽ ഈ പോക്ക് നരകത്തിലേക്കാണ് നമ്മൾ അറിയണം. നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകളെ മനോഹരമായി തിരുത്താൻ നമുക്ക് കഴിയണം. ഈ വിഷയത്തിൽ എന്റെ നിലപാട് ഇതാണ്. ഇതിനർത്ഥം ബാക്കിയുള്ളവരെ കണ്ട ചിരിക്കണ്ടെന്നോ പറയണ്ടെന്നോ അങ്ങനെ ഒന്നുമില്ല സുഹൃത്തുക്കളെ. ഒരു നാണയത്തിന്റെ പിന്നെ വശങ്ങളുള്ളതുപോലെ നമ്മളൊരു ഭാഗത്ത് ആദർശ കണിശത നിലനിർത്തുമ്പോഴും ഭൗതികപരമായി കൊണ്ട് സഹകരിക്കേണ്ട വിഷയങ്ങൾ നമുക്ക് സഹകരിക്കണം. അതാ റബ്ബിന് ഇഷ്ടം. നമ്മളിങ്ങനെ തീവ്ര മെന്റാലിറ്റിയോടുകൂടെ നടക്കല്ല. അവനെ അന്യമതസ്ഥരെ കണ്ട ചിരിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല. ഇനി ചിരിക്കായി നോക്കാതെ എങ്ങനെ സുഹൃത്തെ നിന്റെ ഉള്ളിലുള്ള ആദർശം നീ ദഅവത്ത് ചെയ്യാ? നമുക്ക് ബാധ്യതല്ലേ? അതുകൊണ്ട് എന്താ അറിയോ, ഭൗതികപരമായി കൊണ്ടുള്ള വിഷയങ്ങളിൽ നല്ല തരത്തിലുള്ള സഹകരണം ഉറപ്പുവരുത്തുമ്പോൾ, ആദർശത്തിന്റെ വിഷയത്തിൽ വരുമ്പോൾ കണിശത അത് മനോഹരമായി കൊണ്ട് തിരുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം ഉഷാറായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ മരണത്തിന്റെ അന്ന് നമ്മൾ അറിയും ഈ അഡ്ജസ്റ്റ്മെന്റുകളുടെ ദുരന്തം. നഊദുബില്ലാ. അതില്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക, തൗബ ചെയ്യുക, എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ തിരുത്തുക. റഹ്മാനായ റബ്ബിനോട് നല്ല ആദർശ കണിശതയോടുകൂടെ ജീവിക്കാനും മുന്നോട്ട് പോകാനുള്ള തൗഫീക്കിന് വേണ്ടി ഇരക്കുക. റഹ്മാനായ റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയി ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ വിശ്രമിക്ക് കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, രോഗം കൊണ്ടും കടം കൊണ്ടും ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാവിധ പ്രയാസവും ദൂരീകരിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.